Hi everyone, it's me Momsy. Welcome back to Smart Schooling Series episode 4. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ പാരൻസിൻ്റെയും ഒരു കംപ്ലൈൻ്റ് ആണ്. എൻ്റെ കുട്ടി പഠിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് പഠിച്ചത് പെട്ടെന്ന് ആൾ മറന്നു പോകുന്നത്? എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മിക്ക പാരൻസും പറയുന്നത് ഇതാണ്: ഇത്രയും പഠിച്ചിട്ട് ആൾക്ക് മാർക്ക് കുറവാണ്, പുസ്തകത്തിന് മുന്നിൽ ഒരുപാട് ടൈം എൻ്റെ മകൾ അല്ലെങ്കിൽ മകന് സ്പെൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ മാർക്ക് വരുമ്പോൾ അതിലൊന്നും കാണുന്നില്ല. ക്ലാസ്സിലെത്തുമ്പം ആൾക്കൊന്നും ഓർമ്മയില്ല, ശ്രദ്ധയില്ല, ഫോക്കസ് ഇല്ല. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നം നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയിലാണോ? അല്ല, മിക്കപ്പോഴും പ്രശ്നം അവരുടെ പഠന രീതിയിലും ലൈഫ് സ്റ്റൈലിലുമാണ്. നിങ്ങളൊരു കാര്യം ഓർക്കുക, മെമ്മറി പവർ എന്നത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല, അത് വളർത്തിയെടുക്കാവുന്ന ഒരു സ്കില്ലാണ്, ഒരു ഹാബിറ്റാണ്. ആസ് എൻ എഡ്യൂക്കേറ്റർ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 5 ഗോൾഡൻ സീക്രട്സും കൂടിയാണ്. ഓക്കെ, പക്ഷേ അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം, ഇന്ന് പല വീടുകളിലും ഒരു സാധാരണ കാഴ്ചയാണ്: കുട്ടി പഠിക്കാനായിട്ട് പുസ്തകം തുറക്കുന്നു, ഒരു 5 or 10 minutes ആൾ പഠിക്കുന്നുണ്ടാകും. ദെൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ടി വി കാണുന്നുണ്ടെങ്കിൽ അത് പോയി കാണുന്നു, വീണ്ടും പഠിക്കാനിരിക്കുന്നു, വീണ്ടും ആളുടെ ശ്രദ്ധ മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഒരു സമയത്തും പാരൻസ് പറയാ എൻ്റെ കുട്ടിക്ക് ശ്രദ്ധയില്ല. പക്ഷേ കുട്ടികളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്, ഉറക്കക്കുറവ്, തെറ്റായ ഭക്ഷണ രീതി, അമിത സ്ട്രെസ്, കമ്പാരിസൺ, ഇവയെല്ലാം നമ്മുടെ കുട്ടികളുടെ മെമ്മറി പവറിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ചില സമയത്ത് നമ്മൾ പാരൻസ് അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സും കുട്ടികളെ പിന്നോട്ട് അടുപ്പിക്കുന്നുണ്ട്. അതായത് മറ്റുള്ള കുട്ടികളുമായിട്ട് നമ്മുടെ കുട്ടിയുടെ താരതമ്യം ചെയ്യുക, അതുപോലെ തന്നെ പഠനത്തെ ഒരു ടാസ്ക് ആയിട്ട് കുട്ടികളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അതായത് എല്ലാ സമയത്തും പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ നടക്കുക, കളിക്കാനുള്ള സമയം പോലും അവർക്ക് നിഷേധിക്കുക. ഇതെല്ലാം കുട്ടികളുടെ കോൺഫിഡൻസിനെയും മെമ്മറി പവറിനെയും ഒക്കെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. സോ ഡിയർ പാരൻസ്, വിജയിക്കുന്നത് കൂടുതൽ സമയം പഠിക്കുന്ന കുട്ടികളല്ല, ശരിക്കും ശരിയായ രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. സോ ഇന്ന് നമുക്ക് 5 ഗോൾഡൻ സീക്രട്സ് പരിചയപ്പെടാം. മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനുള്ള 5 ഗോൾഡൻ സീക്രട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ചങ്കിങ് ടെക്നിക്. അതായത് വലിയ പാഠഭാഗങ്ങൾ മുഴുവൻ ഒരുമിച്ച് പഠിക്കാൻ മക്കളോട് പറയരുത്. അത് ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുക, എന്നിട്ട് അവരോട് പഠിക്കാൻ പറയുക. നമ്മുടെ ബ്രെയിനിന് അത് കൂടുതൽ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. കുട്ടികൾ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ചിത്രങ്ങളായി കാണാൻ അവരെ കൊണ്ട് പറയാം. അതായത് നമ്മുടെ ബ്രെയിന് ചിത്രങ്ങൾ കൂടുതൽ വേഗത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. ആൻഡ് തേർഡ് തിങ്, ആക്റ്റീവ് റീകോൾ. പുസ്തകം അടച്ചു വെച്ച് കുട്ടിയോട് ചോദിക്കുക, നീ ഇപ്പോൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് അവരുടേതായിട്ടുള്ള വാക്കുകളിൽ അവരോട് പറയാൻ വേണ്ടിയിട്ട് പറയാം. ആ ഒരു സമയത്ത് അവരുടെ ഓർമ്മ കൂടുതൽ ശക്തമാകും എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് തിങ്, അസോസിയേഷൻ. അതായത് പഠിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ലൈഫിലെ അനുഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് കൂടുതൽ കാലം അത് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നുള്ളതാണ്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. അതായത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മണിക്കൂറുകളോളം പഠിക്കുന്നതിനേക്കാൾ ദിവസവും അല്പസമയം സ്ഥിരമായി പഠിക്കുന്നത് നമ്മളുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യിക്കും. ആൻഡ് അതുപോലെ തന്നെയാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് ഇന്നിപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു, അത് നാളെയും എടുത്ത് നമ്മൾ റിവൈസ് ചെയ്യുക. ഒരു 2 days കഴിഞ്ഞിട്ട് വീണ്ടും അത് റിവൈസ് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോങ് ടേം ആയിട്ട് ഈ ഒരു മെമ്മറി നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ഡിയർ പാരൻസ്, ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ മാർക്കുകളേക്കാൾ പ്രധാനമാണ് അവരുടെ പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ റിസൾട്ടിനേക്കാൾ പ്രധാനമാണ് അവർ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ട്. അവരുടെ തെറ്റുകളെ നമ്മൾ എപ്പോഴും വിമർശിക്കാതെ അവരെ നമ്മൾ മനസ്സിലാക്കുക, അവരെ കമ്പയർ ചെയ്യാതെ അവരെ എൻകറേജ് ചെയ്യുക. കാരണം നമ്മുടെ കുട്ടികളുടെ ലൈഫിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് നമ്മൾ പാരൻസ് ആണ്, അല്ലേ? സോ മെമ്മറി പവർ ഒരു മാജിക് അല്ല, അത് ദിവസവും ചെറിയ ചെറിയ ഹാബിറ്റ്സിലൂടെ വളർത്തിയെടുക്കുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ടിട്ട് ആസ് എ പാരൻസ് നിങ്ങളെല്ലാവരും ഒരു തീരുമാനമെടുക്കണം. പഠനത്തെ സ്ട്രെസ്സായിട്ട് കുട്ടികളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യരുത്. അതിനെ സന്തോഷമുള്ള ഒരു പ്രോസസ്സാക്കിയിട്ട് നിങ്ങൾ മാറ്റണം. മാർക്കിനെ മാത്രം ലക്ഷ്യമാക്കാതെ
ലേണിങ്ങിനെയും കൂടെ ലക്ഷ്യമാക്കിയിട്ട് വേണം നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ. കുട്ടികളെ പഠിക്കാൻ ഫോഴ്സ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക നല്ല രീതിയിൽ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.